നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വളരെ സന്തോഷം സാർ. ഇതിലേക്ക് വെച്ചോളൂ പൈസ. ഓ, ശരി വാസു. എന്നാ പിന്നെ ഞങ്ങളെ കൊണ്ട് ഇറങ്ങാം സാർ. ശരി. മകൾക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ. സാറ് കല്യാണത്തിന് വരണം. ഞാൻ കത്തുകൊണ്ട് വരാം. ഷുവർ. പോയിട്ട് വരാം സാർ. ശരി. ഓ ശരിയാണ്. ശരി സാർ. ഓക്കെ. വാസു, ഇത്ര പെട്ടെന്ന് പണം കിട്ടുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഞാനും. എനിക്ക് മുമ്പൊരു ലോൺ വേണ്ടി വന്നപ്പോ 3 ദിവസം നടത്തിച്ചതാ ഇതേ മാനേജർ. ആണോ? ആ. വാസു ഒരു ഉപകാരം ചെയ്യണം. ഈ പൈസ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ല. വാസു ഇത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വയ്ക്കും. അത് കൊള്ളാം. സ്വന്തം വീടിനേക്കാൾ സുരക്ഷിതമായി മറ്റേത് സ്ഥലമുള്ള ശിവേട്ട? എല്ലാം അറിയുന്ന നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വാസു? പത്മിനി അവിടെ ഉള്ള കാര്യം നീ മറന്നു. 10 ലക്ഷത്തെ ആവിയാക്കി അന്തരീക്ഷത്തിൽ പറത്താൻ അവൾക്ക് ഒരൊറ്റ നോട്ടം മതി. നീ ഇത് വയ്ക്കേ. ഡ്രസ് എടുക്കാൻ തുണിക്കടയിലേക്ക് പോകുമ്പോ 8 ലക്ഷം കയ്യിൽ വെക്കാം. ബാക്കി 2 നീ സൂക്ഷിച്ചാ മതി. ആവശ്യം വരുമ്പോ ചോദിക്കാം. വാ. ഇനിയാണ് ജെയിംസ് ചന്ദ്രന്റെ കളി. കളിയാണ് എന്നെ കൂടെ വിളിച്ചേക്കണേ. പിന്നെ വിളിക്കായിരിക്കും. ഒരു വാട്ടർ ക്യാൻ സപ്ലയറും മോളും ജീവനും മാനത്തിനും വേണ്ടി ആലമുറയിട്ട് കരയുന്നത് കാണാൻ എന്റെ കൂടെ ജെയിംസും വേണം. ഇങ്ങനെ ഒരു നിലവിളി നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. പത്മിനി, എന്താ ശിവേട്ടാ, എന്തെങ്കിലും വേണോ? നീ വന്നേ. 100,000 പണികളാ അടുക്കളയില്. അതിനിടയ്ക്ക് എന്താ ഇപ്പൊ വേണ്ടേ? എന്തെങ്കിലും വേണമെങ്കിൽ ആതിരയോട് പറഞ്ഞൂടെ? അവളെവിടെ? അവള് കടയിൽ പോയിരിക്കുക. അതെന്താ ശിവേട്ട ഇന്ന് കടയിലേക്ക് പോകുന്നില്ലേ? ഇല്ല. എന്തു പറ്റി? ആതിര ഇവിടെ ഉണ്ടെങ്കിൽ നിന്നോട് ചില കാര്യങ്ങൾ മനസ്സോർന്ന് പറയാൻ പറ്റില്ല. അതാ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത്. അതെന്താണാവോ ശിവേട്ടൻ എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ളത്? ചോദിക്കാനാ ഉള്ളത്. എന്നാ പിന്നെ അങ്ങ് ചോദിക്കാൻ പാടില്ലേ? ഇങ്ങനെ തല ചുറ്റി മൂക്ക് പിടിക്കണോ? എന്താ ശിവേട്ടൻ അറിയേണ്ടത്? സത്യം. സത്യോ എന്നുവെച്ചാ? പത്മിനി, നമ്മൾ തമ്മിൽ വിവാഹിതരായിട്ട് 10-20 വർഷമായി. നീ എന്നോട് പലപ്പോഴും സത്യവും പറഞ്ഞിട്ടുണ്ട്, കളവും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കളവുകളൊക്കെ ഞാൻ വിശ്വസിച്ചു പോയിട്ടുമുണ്ട്. ദേ പിന്നെയും തുടങ്ങി തല ചുറ്റി മൂക്ക് പിടിക്കാൻ. അതെ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോവാ. അതെ, ജോലി ഇവിടെ നിൽക്കട്ടെ. ജോലി ചെയ്യാൻ സമയവും താല്പര്യവും ഇല്ലെങ്കിൽ നീ ഭക്ഷണം വരുത്തി കഴിക്കാറുണ്ടല്ലോ. വെറുതെ സമയം കളയാതെ ചോദിക്കാനുള്ള ചോദിക്ക് ശിവേട്ടാ. ആ സ്ഥലത്തിന്റെ ആധാരം ഈടുവെക്കുന്ന കാര്യത്തിൽ നീ ഒരു ഉടക്കുണ്ടാക്കിയെന്നുള്ള കാര്യം നേരല്ലേ? എന്തോടക്ക്? ചോദിച്ചോണ്ട ഞാൻ അതങ്ങ് എടുത്തു തന്നില്ലേ? എടുത്തു തന്നു. എന്നാലും അത് ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയല്ലേ? വെറുതെ അതും ഇതും പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നെ? ശരി, ദേഷ്യം പിടിപ്പിച്ചാലെങ്കിലും സത്യം പുറത്തു വരുമോന്ന് നോക്കട്ടെ. നീ ആധാരം ആതിരയുടെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്ത ഉടനെ ഇതുവരെ നമ്മുടെ വീട്ടിൽ വരാതിരുന്ന ഒരു സ്ത്രീ വെള്ളം വേണമെന്ന് പറഞ്ഞു വന്നു. എന്നിട്ട് വെള്ളിയാഴ്ചയെ കുറിച്ച് ഒരു ഉപദേശവും തന്നു. അവർ വരാൻ ഒരല്പം വൈകുന്നു എന്ന് കണ്ടപ്പോ നീ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തു. ആതിരയോട് പത്മാവതിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം ഐശ്വര്യത്തെ മറ്റൊരിടത്ത് കൊണ്ട് വയ്ക്കല്ലേ എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോ നിന്റെ മുഖം സന്തോഷം കൊണ്ടങ്ങ് പ്രകാശിച്ചു. എന്താ, സത്യമല്ലേ? ഇതൊക്കെ ആകസ്മികമായി സംഭവിച്ചതാണെന്ന് ഞാൻ അപ്പ വിശ്വസിച്ചില്ല.
ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ ശുദ്ധഗതിക്കാരിയായ എന്റെ മകള് നിന്റെ നാടകം വിശ്വസിച്ചു. അതോടെ ആധാരം വീണ്ടും നിന്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു. ആ, ഞാൻ ഒരു നാടകവും കളിച്ചിട്ടില്ല. അതെന്റെ ഒരു ശീലമല്ല. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വല്ലാത്ത സംശയമായിരുന്നു എന്നെ. ആ സ്ഥലം എന്റെ പേരിൽ എഴുതരാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നിങ്ങളാ ഇപ്പം ഇത്തരം കഥകളൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. എന്താന്ന് വെച്ചാ ആയിക്കോ, എനിക്കെന്താ, എനിക്ക് വേറെ പണി. തീർന്നില്ല. എന്താ നീ പറഞ്ഞത്? തുടക്കത്തിലെ നിന്നെ എനിക്ക് സംശയമായിരുന്നെന്നോ? ഇല്ല, സംശയമേ ഇല്ലായിരുന്നു പത്മിനി. നീ ഇതൊക്കെ തന്നെ ചെയ്യുമെന്ന് തീർച്ചയായിരുന്നു എനിക്ക്. എന്റെ മകളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആവുന്നത്ര ശ്രമിച്ചു ഞാൻ. നീ എന്താ അവളെ വല്ല കൂടോത്രം ചെയ്ത് മയക്കി വെച്ചിരിക്കുകയാണ്? എന്തായാലും നിന്റെ ചതികളൊക്കെ നീ ഇവിടം കൊണ്ട് നിർത്തിക്കോ. ഇല്ലെങ്കിൽ 20 വർഷങ്ങളായി നീ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ശിവദാസൻ നിന്റെ മുന്നിൽ അവതരിക്കും. ദേഹം മുഴുവൻ ചുടലച്ചാരം പൂശിയ ആ ശിവനെ നേരിടാൻ ഈ പത്മിനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ആ ശേഖരന് ആ വാ വാ. അങ്കിളും ഹരിയേട്ടനും കടയിൽ വന്നിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. നീ കടയിലാണെന്ന് കരുതി ഞാനും അരിയും കൂടെ അങ്ങോട്ട് ചെന്നു. അപ്പൊ ആതിര പറഞ്ഞു നീ ഇവിടെ ഉണ്ടോ. എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് ഹരി എവിടെ? അവൻ ഓഫീസിലേക്ക് പോയി. ഓ വാ, എന്നാ വാ, അകത്തേക്ക് ഇരിക്കാം. വാ ഇരിക്കെ. ആ ശേഖരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാരും സുഖമായിരിക്കുന്നു. ആ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ആ അതെ,